ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് എല്ലാവർക്കും ബറാത്തിൻ്റെ രാവിലെ നല്ല സന്തോഷമല്ലേ വീട്ടിലൊക്കെ. എന്നത്തെ പോലെയല്ല, ഇന്ന് വൈകിട്ടിൽ പിന്നെ എന്തോ ഒരു നമ്മുടെ വീട്ടിലൊക്കെ നല്ല സന്തോഷവും നല്ലൊരു ഹാപ്പിനെസ്സും നല്ലൊരു മൂഡാണല്ലേ. അത് ഈ ബറാത്തിൻ്റെ ഒരു സ്പെഷ്യലാണ്. കാരണം നമ്മുടെ മനസ്സും എല്ലാം ഒന്ന് നന്നാക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. അതുകൊണ്ട് ഈ സന്തോഷം നമുക്ക് നമ്മൾ പോലും അറിയാതെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മധുരമൊക്കെ ഉണ്ടാക്കുക, പള്ളിയിലോട്ടൊക്കെ കൊടുക്കുക, അങ്ങനത്തെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും മൈദ കൊണ്ടും പച്ചരി കൊണ്ടും അങ്ങനത്തെ ഒക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് ഗോതമ്പാണ് കേട്ടോ, ഗോതമ്പ് പൊടിയല്ല, അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലെ 1 കപ്പ് ഗോതമ്പും 1/2 കപ്പ് തേങ്ങയും പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള ഞാൻ ശർക്കര വാങ്ങാൻ കിട്ടുന്നില്ലേ, അതാണ് കേട്ടോ ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തത് ഈ മാവില്ലേ നല്ലോണം തിക്കിലായിട്ടുള്ളത്. ഇതിന് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ഇല്ലേ അതിൽ കോരി ഒഴിച്ച് കൊടുക്കാൻ പോവുക. എണ്ണ ഇങ്ങനെ നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് മാവിങ്ങനെ ഓരോരോ ആ ഒരു കുഴിയില്ലേ അതിലോട്ട് ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടുമല്ലോ. ഇന്ന് എന്തായാലും പള്ളിക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തത്. ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഫ്രൈ പാനില്ലേ അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നിയത് ഈ പാത്രത്തിൽ ഉണ്ടാക്കാനാണ്, അതുകൊണ്ട് ഞാനിതിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ളതാണ്. ഞാനിതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതിനെ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ 2-3 പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ടിട്ട് നല്ലോണം മുറിച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായപ്പോഴത്തേക്കും ഇത് കോരി മാറ്റുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും നമുക്ക് യാസീനൊക്കെ ഓതാനുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ യാസീനിൽ നമ്മൾ ചേർക്കേണ്ട ദുആക്കളൊക്കെ നമ്മുടെ റിസ്ക് നീട്ടിത്തരാം, നമ്മുടെ ആയുസ് ദീർഘമാക്കി തരാം, പിന്നെ നമ്മുടെ കുട്ടികളും നമ്മുടെ ഹസ്ബൻഡും ഉമ്മയും ബാപ്പയും എല്ലാവർക്കും സന്തോഷം, ഇങ്ങനെയൊക്കെ ദുആർന്നിട്ട് നമ്മൾ ചെയ്യേണ്ട യാസീനാണ്. ഇന്ന് എന്തായാലും ദുആത്തിനൊക്കെ ഉത്തരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുആർക്ക് ആ ദുആത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ ഉണ്ണിയപ്പത്തിനില്ലേ ഗോതമ്പ് ഉണ്ണിയപ്പം കേട്ടോ ഇത്. അപ്പോൾ അതിനിത് ഇങ്ങനെ ഞാൻ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ലൊരു കളറായിട്ടുണ്ട്, ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളറും കൂടി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ എടുത്തതിൽ നിന്ന് 2 മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളൊന്നും ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ലെയറായിട്ട് ഇതാ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ് ആയിട്ടുള്ളൊരു നെയ്യപ്പം ഇല്ലേ, ആ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഗോതമ്പം ആണെന്ന് മാത്രം കേട്ടോ. അങ്ങനത്തെ ഞാൻ ഇതിൽ നിന്ന് എല്ലാത്തിനും എങ്ങോട്ട് എടുത്ത് കോരി മാറ്റാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ബറാത്ത് രാവിനെ നല്ലോണം അങ്ങോട്ട് ഉപയോഗിക്കാം. ആ കൂട്ടത്തിൽ എന്തായാലും നമ്മൾ നമ്മുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഞാൻ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും ഞാൻ ഹോട്ട് ബോക്സിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ എന്തായാലും പള്ളിക്കും എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് ഹോട്ട് ബോക്സിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ഭംഗിക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. ഇത് കുറേ നേരമൊന്നും ബാക്കിയാവാൻ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് തമ്മിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് അസംബിളാക്കാൻ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിലോ വീഡിയോയിലോ കാണാം. താങ്ക്